മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മാർച്ച് 29-ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD എക്സാം നടക്കാൻ പോവുകയാണ്. മെനഞ്ഞാന്ന് പുതിയ സിലബസ് വന്നായിരുന്നു, എക്സാം ഡേറ്റ് വന്നായിരുന്നു. ഇനി കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ളത് വെറും 41 ദിവസങ്ങളാണ് മുമ്പിലുള്ളത്. 41 ദിവസങ്ങൾ. മക്കളെ, ഈ സിലബസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാറിയ സിലബസ് കാണിച്ചു തരാം. ദാ ഈ കാണുന്നതാണ് സിലബസ് വരുന്നത്. അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ GK വന്നിട്ട് 27 ക്വസ്റ്റ്യൻസ് ആണ് GK ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ കറണ്ട് അഫേഴ്സ് 13 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫേഴ്സ് ആയിരുന്നു. ടോട്ടൽ 40 മാർക്ക് GK ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കുക, മാത്സ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കാണ് വരുന്നത്. ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, മലയാളം 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, IT 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, പിന്നെ സ്പെഷ്യൽ ടോപ്പിക് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നോക്കുക, ഇവിടെ 27 മാർക്ക് മാത്രമേ GK വരുന്നുള്ളൂ. കറണ്ട് അഫേഴ്സും കൂടെ ചേർത്തിട്ടാണെങ്കിൽ 40 മാർക്ക്. ഈ 27 മാർക്കിന് നമ്മൾ പഠിക്കേണ്ടത് എത്ര മാത്രമാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ, ഇവിടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യാണ്. ദാ ഇവിടെ ഈ കാണുന്ന ഇത്രയും കാര്യങ്ങൾ ദാ താഴേക്ക് വന്നു. ഇവിടെ ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് പേജിലേക്ക് ഞാൻ പോയി. രണ്ടാമത്തെ പേജിലുള്ളതാ ഇത്രയും കാര്യങ്ങൾ. താഴോട്ട് ഉണ്ട് കേട്ടോ, ഞാൻ വായിക്കുന്നില്ല. അടുത്ത മൂന്നാമത്തെ പേജിലുള്ള താഴേക്കും പോവുകയാണെങ്കിൽ ദാ ഇത്രയും കാര്യങ്ങൾ. ഇതുവരെയാണ് GK വരുന്നത്. GK 27 മാർക്കാണ്. ലോകത്തില്ലാത്ത എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. അതായത് ഈ 27 മാർക്കിന് ജോഗ്രഫി നോക്കുകയാണെങ്കിൽ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി. ദെൻ ഹിസ്റ്ററി ആണെങ്കിൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. അത് കഴിഞ്ഞ് റോഡ് സുരക്ഷാ നിയമങ്ങൾ, ഇന്ത്യൻ ഫോറസ്റ്റ്, കേരള ഫോറസ്റ്റ്, എൻവയോൺമെന്റ്, പിന്നെ അത് പറഞ്ഞ് ട്രാൻസ്പോർട്ടേഷൻ. ഇനി ലോകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ, ന്യൂക്ലിയർ ഫിസിക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും സാധനങ്ങൾ തന്നിട്ട് അവിടെ 27 മാർക്ക് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. മാത്രമല്ല, സിലബസിൽ വന്ന പുതിയ മാറ്റം, മലയാളം ഗ്രാമർ ഏരിയ മുഴുവൻ മാറിയിട്ട് വൊക്കാബുലറി ആയിരുന്നു, ഫുള്ള് വൊക്കാബുലറി. അപ്പൊ ഇനി ഈ 41 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും. മക്കളെ, ഇവിടെ ജോലിയുടെ പ്രത്യേകത നോക്കി. ആകെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒരു 15,000 ആപ്ലിക്കൻസ് മാത്രമേ ഉള്ളൂ. വെറും 15,000 ആപ്ലിക്കൻസ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നായിരുന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷനിലെ ഒരു ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ ഇപ്പോൾ കേസായി. അതേപോലെ കേരള ഹൈക്കോടതി KDRBയുടെ നിയമനം നടത്താനുള്ള അധികാരം എടുത്തു മാറ്റി. അത് സുപ്രീം കോടതി കൊണ്ടുപോയി. സുപ്രീം കോടതി ആ സ്റ്റേ എടുത്ത് റിവോക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നേക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ആദ്യം പഠിച്ചു തുടങ്ങിയ എല്ലാവരും ഒരു സമയത്ത് അവരുടെ പ്രിപ്പറേഷൻ താഴേക്ക് വന്നു കാണും, ഉറപ്പാണ്. കാര്യം കൺഫ്യൂഷനും ബാക്കിയെല്ലാം വന്നു. ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കുറെ ആൾക്കാർ അങ്ങോട്ടൊന്ന് സ്വിച്ച് ആയി. കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കുറച്ച് പേര് അങ്ങോട്ടൊന്ന് സ്വിച്ച് ആയി. അപ്പൊ ഇതിലെ പ്രിപ്പറേഷൻ ഭൂരിഭാഗം ആൾക്കാരും അവർ ഒന്ന് പൗസ് ചെയ്ത് വെച്ചേക്കായിരിക്കും. ഇനി ആയിരിക്കും അവരവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. എവിടെ മുതൽ പഠിച്ചു തുടങ്ങണം, ഏതൊക്കെയാണ് പഠിച്ചു തീർക്കേണ്ടത്? ഇത്രയൊന്നും ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതൊക്കെ പഠിച്ചാൽ ജോലി കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ ജോലി കിട്ടുമ്പോൾ മക്കളെ മനസ്സിലാക്കുക, 113 വേക്കൻസിയുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 113 വേക്കൻസി. അതൊരു ചെറിയ വേക്കൻസി അല്ല കേട്ടോ. ഹിന്ദുസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കോമ്പറ്റീഷൻ കുറവാണ്. ഇപ്പോൾ അത് 158 വേക്കൻസി ആയിട്ട് ഇപ്പോൾ അത് ഉയർന്നിട്ടുണ്ട്. അത്രയും വേക്കൻസി കിടപ്പുണ്ട്. 15,000 ആപ്ലിക്കൻസ് മാത്രമേ ഉള്ളൂ. അതായത് അപ്ലൈ ചെയ്തേക്കുന്ന ഒരു 95 ഒരാൾക്ക് ജോലി. അതിനകത്ത് അപ്ലൈ ചെയ്തേക്കുന്നതിന് പഠിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. സോ ഇനി എന്റെ പോയിന്റ് ഇതാണ്. ഇപ്പൊ നിങ്ങൾ ഒന്നും അറിയാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ഒരു ബേസിക്കും അറിയത്തില്ല. ഇനി പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉറപ്പും പറയാനില്ല. ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നുമല്ല. ഫാക്ട് പറഞ്ഞാൽ, ഇനി നമ്മൾ തുടങ്ങിയാൽ, ഒന്നും അറിയാത്തൊരു കുട്ടി തുടങ്ങിയാൽ എന്തെങ്കിലും ആകുമോ? സാധ്യത കുറവാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു കുട്ടി, മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടി വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇനി ഒരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് മാത്രം മതി. ആ ടോപ്പിക്കുകൾ, ആവശ്യമുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് കുറച്ച് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, വീണ്ടും വായിച്ചാൽ മനസ്സിനകത്ത് വരും. മാത്സ് മുമ്പ് പഠിച്ചിട്ടുണ്ട്, വീണ്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മക്കളെ, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്ത ആളാണ്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സ്റ്റാർട്ട് ചെയ്തോ. കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരാളാണ്, റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സ്റ്റാർട്ട് ചെയ്തോ. ഇനി 40 ദിവസങ്ങൾ ചെറുതല്ല. ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Day 1, Day 2, Day 3, Day 4, അങ്ങനെ നമുക്കൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഞാൻ 3 ടോപ്പിക്കുകളാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ പകുതി സമയം, പകുതി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 40% സമയമെങ്കിലും നിങ്ങൾ ഏതിനു വേണ്ടി മാറ്റിവെക്കണം? മാത്സിന് വേണ്ടി മാറ്റിവെക്കണം, ഇംഗ്ലീഷിന് വേണ്ടി മാറ്റിവെക്കണം, മലയാളത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. കാര്യം, എത്ര മാർക്കുണ്ട്? ഇവിടെ 10 മാർക്കുണ്ട്, ഇവിടെ 10 മാർക്കുണ്ട്, ഇവിടെ 10 മാർക്കുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, PSC എക്സാമിന്, നോർമൽ PSC എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഏരിയ എന്തായാലും സ്ട്രോങ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ അവരെ ബീറ്റ് ചെയ്യണമെങ്കിൽ, അവരെ നമ്മൾ ക്രാക്ക് ചെയ്ത് മേലോട്ട് കയറണമെങ്കിൽ നമ്മുടെ ഈ ഏരിയാസ് സ്ട്രോങ് ആയേ പറ്റത്തുള്ളൂ. അവരെവിടെയാണ് അവർ വീഴുന്നത്? അവർ സ്പെഷ്യൽ ടോപ്പിക്കിൽ അവർ വീഴും. അവർക്കൊണ്ട് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ GK ഏരിയയിലെ ഇതിലെ ഏരിയാസ് നല്ല വ്യത്യാസമുണ്ട്. ആ ഏരിയാസിൽ മേ ബി ചിലപ്പോൾ അവർ വീഴാം. അപ്പോൾ ആ ഏരിയാസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. മാത്രമല്ല അവരുടെ സ്ട്രോങ് ഏരിയാസ് നമുക്ക് കട്ടയ്ക്ക് കൂടെ പിടിച്ചു നിൽക്കാനും പറ്റണം. അതുകൊണ്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളിപ്പോൾ GK എല്ലാം കൂടെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ആദ്യം കുഴപ്പമില്ല, ആദ്യത്തെ ഒരു മാസം കുഴപ്പമില്ല, അല്ലാത്തൊരു 25 ദിവസം കുഴപ്പമില്ല. പക്ഷേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവുക. എന്നാലേ നിങ്ങൾക്ക് മാത്സിലെ സ്പീഡ് കിട്ടത്തുള്ളൂ, ആ ക്വസ്റ്റ്യൻസ് തീർക്കാനുള്ള സ്പീഡ് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും വൊക്കാബുലറി മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇതിന്റെ വൊക്കാബുലറി മലയാളം, ഇംഗ്ലീഷ് ഇതുവരെ ചോദിച്ച ഫുൾ വൊക്കാബുലറി, ദേവസ്വം എക്സാമിന്, PSC എക്സാമിന് ഇതുവരെ ചോദിച്ച ഫുൾ വൊക്കാബുലറി നമ്മൾ ആഡ് ആക്കി തരാം, ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ആഡ് ആക്കി തരാം. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വൊക്കാബുലറി ഏരിയ മൊത്തം നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. നിങ്ങൾക്ക് ഒരു വൊക്കാബുലറി തെറ്റുകയാണെങ്കിൽ, ഇപ്പൊ ഇംഗ്ലീഷിലെയോ മലയാളത്തിലൊരു വൊക്കാബുലറി തെറ്റുകയാണെങ്കിൽ അതിന്റെ 10 എണ്ണം നിങ്ങൾക്കൊരു ഇമ്പോസിഷൻ ഇട്ടതുപോലെ പഠിക്കാം. ഒരു അന്റോണിം തെറ്റാണെങ്കിൽ 10 എണ്ണം പഠിക്കാം, ഒരു സിനോണിം തെറ്റാണെങ്കിൽ 10 എണ്ണം പഠിക്കാം. അപ്പൊ ആദ്യമൊക്കെ ഇഷ്ടം പോലെ തെറ്റ് കിട്ടും. അപ്പോൾ വൊക്കാബുലറി ഏരിയ നമുക്ക് സ്ട്രോങ് ആവും. ഇമ്പോസിഷൻ നമ്മൾ കട്ടാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, സോ സ്ട്രോങ് ആവും. ആ ഒരു രീതി ഫോക്കസ് ചെയ്തോളാം, ഫോളോ ചെയ്തോളാം. ഓക്കെ, ഈ വൊക്കാബുലറി ഇല്ലാതെ മലയാളം ഫുള്ള് വൊക്കാബുലറിയാണ്. അതേപോലെ ഇംഗ്ലീഷ് നമുക്ക് ഒരു 5 മാർക്കൊക്കെ ഒരു വൊക്കാബുലറി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വൊക്കാബുലറി ഏരിയ ഇല്ലാതെ, മാത്സിന് സ്പീഡ് ഇല്ലാതെ, മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാതെ നമുക്കൊരിക്കലും ഈ എക്സാമിനെ പിടിക്കാൻ പറ്റത്തില്ല. സോ എന്റെ പോയിന്റ് ഇതാണ്, എല്ലാ ദിവസവും ഇതിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന ഫുൾ വൊക്കാബുലറി നിങ്ങളൊന്ന് തീർക്കണം. അത്രയും പഠിച്ചാൽ മതി, അതിനകത്ത് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അത് നന്നായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത GK ഏരിയയിലേക്ക് വരുമ്പോൾ Day 1, Day 2 അങ്ങനെ പോവാം. മാത്സിലെ ടോപ്പിക്കും ഇംഗ്ലീഷിലെ ടോപ്പിക്കും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി പ്ലാനിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു 25 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ മാത്സും ഇംഗ്ലീഷും ഫുള്ള് തീരും. മലയാളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാര്യം മലയാളം വൊക്കാബുലറി മാത്രമേ ഉള്ളൂ. ആ വൊക്കാബുലറി ഏരിയ നിങ്ങൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്തോ, നമ്മുടെ തരുന്ന നോട്ട്സിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ വൊക്കാബുലറി തീർത്ത് നേരത്തെ പറഞ്ഞ പോലെ തീർത്തങ്ങ് വരിക. ഓക്കെ, ഇനി Day 1 എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പൊ ചില ദിവസങ്ങളിൽ കൂടുതൽ ടോപ്പിക്കുകൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, കൂടുതൽ ടോപ്പിക്കുകൾ വരുന്ന ആ സാധനം തോന്നുമ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിലെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ടോപ്പിക്കുകൾ അറിയായിരിക്കും, 1-2 ടോപ്പിക്കുകൾ. ഇപ്പൊ ഞാനിപ്പോ ഒരു 60 ടോപ്പിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10-20 ടോപ്പിക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ജോഗ്രഫി എല്ലാം അറിയാം, അപ്പൊ ഞാൻ ജോഗ്രഫി റിവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കുട്ടിയെ സംബന്ധിച്ച് ചിലപ്പോൾ പൊളിറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ആ ഏരിയ വലുതായിട്ട് പാട് വരത്തില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ കവർ ചെയ്ത് പോവാം. സോ ഇതിനെ നിങ്ങളൊന്ന് പ്രിന്റ് എടുത്തിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് അങ്ങ് പോവുക. പഠിച്ച ടോപ്പിക്കിൽ മുഖത്ത് ടിക്ക് ചെയ്ത് അങ്ങ് പോവുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അത് ഞാൻ എന്തുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം LDCക്ക് ഞാൻ ഇതേപോലെ ഒരു സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആ സമയത്തുള്ള യൂട്യൂബ് എടുത്ത് നോക്കാം, വീഡിയോ എടുത്ത് നോക്കാം. അതിനകത്ത് ആ ടോപ്പിക്കുകൾക്കകത്ത് എന്തൊക്കെയാണോ പറഞ്ഞേക്കുന്നത് ആ സെയിം സാധനമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേക്കുന്നത്. ആ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നേക്കുന്നത്. അപ്പൊ അതിന് വേറെ പ്രത്യേകിച്ച് ജ്യോതിഷവും ബാക്കിയൊന്നും അറിയണ്ട. അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഈ മേഖലകൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ അവർ തന്നാലും ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് Day 1, Day 2, Day 3 അങ്ങനെ അങ്ങ് പോവാം. ഫസ്റ്റ് Day 1 നിങ്ങൾ മാത്സിലെ അംശബന്ധവും അനുപാതവും എന്ന ടോപ്പിക്ക് പഠിക്കുക. അത് കഴിഞ്ഞ ഇന്ത്യയിലെ ആദ്യ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മക്കളെ, ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇന്ത്യയിൽ ആദ്യ, കേരളത്തിൽ ആദ്യ, അങ്ങനെ പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യ ഡാഷ് നഗരം, ഇന്ത്യയിൽ ആദ്യ സോളാർ ബോട്ട്, ഇന്ത്യയിൽ ആദ്യ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഒരു 50-55 ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യൻസ് ഫുള്ള് പഠിച്ചോ, അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയിരിക്കും. അതേപോലെ കേരളത്തിൽ ആദ്യം അങ്ങോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ത്യയിൽ ആദ്യം എന്നൊരു സാധനം ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. ഒരു 2 മാർക്കോ 3 മാർക്കോ നിങ്ങൾക്ക് ഈ പദ്ധതികളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതായത് 27 മാർക്ക് വരുന്ന GKയിൽ ഒരു 3 മാർക്ക് പദ്ധതികളാണെങ്കിൽ എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ മൊത്തം പഠിക്കാം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ഒക്കെ പ്രോജക്റ്റുകൾ ഉണ്ടല്ലോ, ആ പദ്ധതികൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് ബ്യൂറോക്രാറ്റ് ഓപ്പറേഷൻസ്. ഈ പദ്ധതികൾക്കകത്താണ് ഞാൻ അതും ഇട്ടേക്കുന്നത്. ബ്യൂറോക്രാറ്റ് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിലെ വിജിലൻസ് ഓപ്പറേഷൻ നടത്തിയ ആ ഓപ്പറേഷൻ, അല്ലെങ്കിൽ പോലീസ് നടത്തിയ ഈ ഓപ്പറേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാറില്ലേ, അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ടോപ്പിക്കുകൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആദ്യ, അതേപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നന്നായിട്ട് അത് പഠിച്ചോ. ഓക്കെ, ഒരു നല്ല നോട്ട് ഉണ്ടെങ്കിൽ ഒരു 2.5 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ പദ്ധതികൾ മൊത്തം നമുക്ക് പഠിച്ചു തീർക്കാം. അത് കഴിഞ്ഞ ഡേ 2 ആണെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്, കോൺകോഡ് ആണ്. ഓക്കെ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അതേപോലെ തന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ എന്ന് വെച്ചാൽ ഉദയം പേരൂർ സുനഹദോസ് മുതൽ മയ്യഴി പ്രക്ഷോഭം വരെയുള്ള കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒരു നല്ല നോട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു 4 മണിക്കൂറൊക്കെ കൊണ്ട് അത് നന്നായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. ജസ്റ്റ് എന്നിട്ട് റിവിഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മക്കളെ, പുതിയ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഴയ ടോപ്പിക്കുകൾ പഠിക്കാൻ മറക്കരുത്, റിവിഷൻ കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു ഫോർമാറ്റിൽ പോവുക. എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ടോപ്പിക്കെങ്കിലും നിങ്ങൾ പുതുതായിട്ട് പഠിച്ചു. അപ്പൊ ഇതിനകത്ത് ഒരു ടോപ്പിക്കൊക്കെ ഇംഗ്ലീഷ് മാത്സ് ആണ് വരുന്നത്. ലിറ്ററലി പറഞ്ഞാൽ GK ടോപ്പിക്ക് 2 മാത്രമേ വരുന്നുള്ളൂ. എല്ലാ ദിവസവും 2 ടോപ്പിക്ക് പുതുതായിട്ട് പഠിക്കുക. ഒരു 5 ടോപ്പിക്കുകൾക്ക് മുമ്പ് പഠിച്ച ഈ 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും 2 ടോപ്പിക്ക്, 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കാം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പറ്റുകയാണെങ്കിൽ ഐറ്റിയും കൂടെ ചേർത്തിട്ട് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൂടെ ചെയ്തോ മതി. ഇതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. എല്ലാ ദിവസവും ഒരു 2 ടോപ്പിക്ക് പുതുതായിട്ട് പഠിക്കുന്നു, ഒരു 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുന്നു. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, IT അതും കൂടെ ചേർത്തിട്ട് ഒരു ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ സ്കില്ല് നന്നായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഭരണഘടനാ ഭേദഗതികളാണ്. ഭരണഘടനാ ഭേദഗതികൾ മൊത്തം പഠിക്കുക. ഇത് സത്യത്തിൽ ഈ ടോപ്പിക്കെല്ലാം തന്നെ നല്ലൊരു നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സമയം ഭയങ്കര കൺസ്യൂമിങ് ആയിരിക്കും. ഇപ്പോൾ ഒരു ക്ലാസ് കണ്ട് നമ്മൾ നോട്ട് എഴുതി എടുത്താൽ തീരത്തില്ല, അത്രമാത്രം കിടപ്പുണ്ട്. സോ നോട്ടുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഭരണഘടനാ ഭേദഗതികൾ നന്നായിട്ട് പഠിക്കുക. മാത്സിലെ ശതമാനം എന്ന ടോപ്പിക്ക് പഠിക്കുക. ദെൻ കേന്ദ്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നോക്കുക. കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് കേന്ദ്ര ഫിലിം അവാർഡ്സ്, സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് മൊത്തം ഒന്ന് പഠിക്കാം. അടുത്ത 4-ാമത്തെ ദിവസം ഇംഗ്ലീഷിലെ ടെൻസസ് നോക്കുക. അത് കഴിഞ്ഞ് മലയാളത്തിലെ ആദ്യ കൃതികൾ എന്നൊരു ടോപ്പിക് ഉണ്ട്. മലയാളത്തിൽ ആദ്യ ചമ്പ്, മലയാളത്തിൽ ആദ്യ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയുണ്ടല്ലോ, അത് നന്നായിട്ട് പഠിക്കാം. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് ഏതൊക്കെ വരുന്നത്, നമ്മുടെ കടമെടുത്തത്, അതേപോലെ ആമുഖം, ഇതൊക്കെ വരുന്ന ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് വരുന്നത്. മൗലികാവകാശം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ കമ്മിറ്റികളുണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത സമയത്തുള്ള കമ്മിറ്റീസ്, അതൊക്കെ മൊത്തം നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് കവർ ചെയ്യാം. ഇവിടെ നല്ലൊരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റായിട്ട് അത് വായിച്ചുകൊണ്ടിരുന്നാൽ മതി. സമയം ഒരുപാട് ലാഭിക്കാം. ഒരു 2 മണിക്കൂറൊക്കെ വായിച്ച ഈ ടോപ്പിക്ക് മൊത്തം തീരും. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് 5-ാമത്തെ ദിവസം കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പാർട്ട് 1 നോക്കാം. മാത്സിലെ ശരാശരി എന്ന ടോപ്പിക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, കേരളത്തിലെ നിലവിലെ മന്ത്രിസഭ എന്ന ടോപ്പിക്ക് പഠിക്കാം. ഓരോ വകുപ്പുകളും ആരൊക്കെയാണ് ഭരിക്കുന്നത് അത് നോക്കുക. കേരളത്തിലെ നിലവിലെ മന്ത്രിസഭയും പിന്നെ ആദ്യത്തെ മന്ത്രിസഭയും നോക്കുക. എത്ര MLA മാരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര MLA മാരുണ്ട്, CPM അല്ലെങ്കിൽ LDFന് എത്ര MLA മാരുണ്ട്, എത്ര വനിതാ മന്ത്രിമാരുണ്ട്, എത്ര വനിതാ MLA മാരുണ്ട്, ആ പോയിന്റ്സ് ഒക്കെ പഠിക്കാൻ മറക്കരുത്. അതിനുശേഷം കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ, 6-ാമത്തെ ദിവസം കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പാർട്ട് 2 നോക്കാം. അതൊരു വലിയ ടോപ്പിക്കാണ്, അതുകൊണ്ട് ഞാൻ 2 ഭാഗമായിട്ടാണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് മാത്സിലെ സമയവും ദൂരവും അടിസ്ഥാന ആശയങ്ങൾ നോക്കുക. മാത്സ് കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ സിലബസിനകത്തുള്ളൂ. പിന്നെ മലയാളത്തിൽ വരുന്ന കൃതികൾ, കർത്താക്കൾ, മലയാളത്തിലല്ല ഇത് വരുന്നത്. ഇത് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ക്വസ്റ്റ്യൻസ് വരും. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അവിടെ നിന്നും കയറി ക്വസ്റ്റ്യൻസ് വരും. കൂടുതൽ ക്വസ്റ്റ്യൻസും ഇവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന. സോ അത് നന്നായിട്ട് പഠിക്കാം. കൃതികൾ, കർത്താക്കൾ, കഥാപാത്രങ്ങൾ, പിന്നെ ആത്മകഥകൾ നന്നായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞാൽ ഡേ 7 നോക്കുകയാണെങ്കിൽ കേരളം അടിസ്ഥാന വിവരങ്ങൾ. കേരളത്തിന്റെ നിലവിൽ എത്ര ഗ്രാമപഞ്ചായത്ത്, എത്ര മുനിസിപ്പാലിറ്റി, എത്ര കോർപ്പറേഷൻ, ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, അങ്ങനെ കേരളം ബേസിക് ഫാക്ടുകൾ ഒരു 7 പേജുള്ള ഒരു നോട്ട് ഉണ്ടല്ലോ, അത് നന്നായിട്ട് പഠിച്ചോ. അതിനുശേഷം ഇംഗ്ലീഷിലെ ടെൻസസ് എന്ന ടോപ്പിക്കിന് 2-ാമത്തെ പാർട്ടാണ്. ഒരു ദിവസം കൊണ്ട് ടെൻസ് തീരത്തില്ല. 2-ാമത്തെ പാർട്ട് കൊണ്ട് ടെൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. IT അടിസ്ഥാന വിവരങ്ങൾ മൊത്തം അന്നത്തെ ദിവസം വായിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ 8-ാമത്തെ ദിവസം മാത്സിലെ ഡിറക്ഷൻ, ദിശാബോധം. മലയാളത്തിലെ പ്രധാന നോവലുകൾ, എഴുത്തുകാർ. മലയാളത്തിലെ പ്രധാന നോവലുകൾ, എഴുത്തുകാർ, ആ ടോപ്പിക്ക് പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സിൽ വരുന്ന വിഴിഞ്ഞം പോർട്ട് എന്നൊരു ടോപ്പിക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ പഠിച്ചോ. 9-ാമത്തെ ദിവസം IT വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. IT 10 മാർക്കാണ്. 10 മാർക്ക് IT ആണ്. IT പഠിക്കാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. സോ IT ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. ITയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് മൊത്തം നോക്കുക. ഹാർഡ്വെയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഹാർഡ്വെയർ എന്ന ഏരിയ മൊത്തം കവർ ചെയ്യുക. അതിനകത്ത് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നായിരിക്കും? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്ക് നോക്കാം. ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ, ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ. അതിർത്തികൾ, അതിരുകൾ, ഉത്തരായന രേഖ, ഇന്ത്യൻ മാനക രേഖാംശം, അതേപോലെ ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും ചെറിയ സംസ്ഥാനം, ഇന്ത്യ, അയൽ രാജ്യങ്ങൾ, ആ വരുന്ന സാധനം ഉണ്ടല്ലോ, ഒരു നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓടിച്ച് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. മക്കൾ ഒരിക്കലും ഞാനിത് ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടി ക്ലാസ് കണ്ട് തന്നെ എല്ലാം പഠിച്ചു തീർക്കണം ഞാൻ പറയത്തില്ല. ഇപ്പൊ സൂപ്പർ നോട്ട്സിൽ ഒരു കുട്ടിയാണെങ്കിൽ തന്നെ ഞാൻ സൂപ്പർ നോട്ട്സിലെ പിള്ളേരോട് പറയുന്ന പോയിന്റ് ഇതാണ്. മക്കൾ നിങ്ങൾക്ക് അറിയാത്തൊരു മേഖല ആണെങ്കിൽ
ഒന്നും മനസ്സിലാവാത്തൊരു മേഖലയാണെങ്കിൽ നന്നായിട്ട് ക്ലാസ് കണ്ട് മനസ്സിനകത്തൊക്കെ ഇരുത്തി സെറ്റായിട്ട് പഠിച്ചു. പക്ഷേ ഇവിടെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്. 40 ദിവസമേ മുമ്പിലുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ. നിങ്ങൾ നോട്ട് നന്നായിട്ട് വായിച്ചോ. എല്ലാ പോയിന്റ്സ് ഉള്ള നോട്ടായിരിക്കും. ആ നോട്ട് നന്നായിട്ട് വായിച്ചിട്ട് മനസ്സിലാവാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടു. അപ്പോൾ വളരെ പെട്ടെന്ന് റിവിഷൻ എഫക്റ്റീവ് ആയിട്ട് നടക്കും. പഠിത്തം എഫക്റ്റീവ് ആയിട്ട് സ്പീഡായിട്ട് നടക്കും. ഓക്കെ. അല്ലാതെ അവസാന നിമിഷം നമ്മൾ എല്ലാം ക്ലാസ് ഒക്കെ കണ്ട് തീർന്നു വരുമ്പോൾ നേരം വെളുക്കും. അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 10ാമത്തെ ദിവസം പോകുമ്പോൾ ലിറ്റററി അവാർഡ്സ് എന്ന ടോപ്പിക്ക് പഠിക്കാം. പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകൾ ഉണ്ടല്ലോ. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ജ്ഞാനപീഠം, വയലാർ അവാർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അവാർഡ്സ് ഉണ്ട് മലയാളത്തിലെ. അത് ഭംഗിയായിട്ട് പഠിക്കാം. മാത്സിലെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഉപയോഗിച്ചുള്ള ക്രിയകൾ, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന ടോപ്പിക്ക് മാത്സിൽ പഠിച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് 11ാമത്തെ ദിവസം ഇമ്പോർട്ടന്റ് ആണ് കേരള സ്കൂൾ കലോത്സവങ്ങൾ. ഈ കേരള സ്കൂൾ കലോത്സവങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ കേരള സ്കൂൾ ശാസ്ത്രമേള, സ്പോർട്സ് മീറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം ചേർത്തേ പഠിക്കാവൂ. എവിടെ നടന്നു, ആരാണ് വിജയ്, അതൊക്കെ ഭംഗിയായിട്ട് പഠിച്ചോ. ഏത് ജില്ലയാണ് സ്കോർ ചെയ്ത് നന്നായിട്ട് പഠിച്ചോ. ദെൻ മാത്സിലെ ജാമിതീയ രൂപങ്ങളും പരപ്പളവും വ്യാപ്തം വൃത്തം ത്രികോണം ചതുരം അതിന്റെ പാർട്ട് 1. പിറ്റേ ദിവസം അതിന്റെ 12ാമത്തെ ദിവസം അതിന്റെ പാർട്ട് 2 ആണ്. പിന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ പാർട്ട് 1. അതൊരു വലിയ ടോപ്പിക്കാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, ബംഗാൾ വിഭജനം മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് വായിക്കുക. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും റിവിഷൻ കൊടുക്കുക. മക്കളെ, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ മനസ്സിലാക്കാം, നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാം? ഏറ്റവും ഇഷ്ടം വളരെ പതുക്കെ സമാധാനത്തോടെ വായിച്ച് പഠിച്ച് സമയമൊക്കെ എടുത്ത് പഠിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ഈ അവസാന നിമിഷം അതിനുള്ള സമയമില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സോ ഫസ്റ്റ് ദിവസം നിങ്ങൾ ഓടിച്ചൊന്ന് വായിച്ചോ. ഓക്കെ, ഓടിച്ചൊന്ന് വായിക്കുക. അപ്പോൾ മനസ്സിനകത്ത് കുറേ സാധനം കിട്ടും. ഒരു 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും റിവിഷൻ കൊടുക്കണം. അതിനെ വീണ്ടും ഓടിച്ച് വായിക്കുകയാണ്. അതിനെ വീണ്ടും ഓടിച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് വീണ്ടും കുറെ പോയിന്റ്സ് കയറും. അടുത്തൊരു 6 ദിവസം കഴിയുമ്പോൾ വീണ്ടും റിവിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ പോയിന്റ്സ് മനസ്സിനകത്ത് നിൽക്കും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവിഷൻ കൊടുത്താണ് ഈ പോയിന്റുകളൊക്കെ മനസ്സിനകത്ത് നിർത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ തറവായിട്ട് പഠിച്ചേ പോകത്തുള്ളൂ. ആ വാശിയൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് അങ്ങ് തീരും. ഓക്കെ. അത് കഴിഞ്ഞ് 13ാമത്തെ ദിവസം പോകുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക് ഇംഗ്ലീഷിൽ നോക്കാം. അനുക്രമങ്ങൾ, സംഖ്യാനുക്രമങ്ങൾ, അക്ഷര അനുക്രമങ്ങൾ എന്ന ടോപ്പിക്ക് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, അതൊക്കെ ഭംഗിയായിട്ട് പഠിക്കുക. ഇന്ന സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇന്ന സാംസ്കാരിക കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു, എന്താണ് പ്രത്യേകത, ആ സാംസ്കാരിക കേന്ദ്രം പുറത്തിറക്കുന്ന മാസിക ഏതാണ്, ആ ടോപ്പിക്കൊക്കെ ഭംഗിയായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് 14ാമത്തെ ദിവസം ഇംഗ്ലീഷിലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ടോപ്പിക്ക് നോക്കാം. ദെൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ പാർട്ട് 2. അത് ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു ടോപ്പിക് അല്ല, ഞാൻ 2 ദിവസം ഇട്ടിട്ടുണ്ട്. പിന്നെ റിസർവ് ബാങ്ക് എന്ന ടോപ്പിക്കും ഭംഗിയായിട്ട് പഠിക്കാം. അടുത്ത 15ാമത്തെ ദിവസം ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. പിന്നെ കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങൾ, ഓരോ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ആ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, ആ ടോപ്പിക്ക് പഠിക്കാം. ദെൻ കേരളത്തിൽ ആദ്യ കറണ്ട് അഫേഴ്സിൽ ഇന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇന്ത്യയിൽ ആദ്യ പോലെ കേരളത്തിൽ ആദ്യം ഒരു 50-55 സാധനങ്ങളുണ്ട്. അത് ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. നെക്സ്റ്റ് 16ാമത്തെ ദിവസം മാത്സിലെ സാധ്യതകളുടെ ഗണിതം എന്ന ടോപ്പിക്ക് നോക്കാം. അത് കഴിഞ്ഞ് ഇഫ് ക്ലോസ് എന്ന ടോപ്പിക്ക് നോക്കാം. ഇംഗ്ലീഷിലെ ഇഫ് ക്ലോസ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് തീരും. ഓക്കെ. അത് കഴിഞ്ഞ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ് എന്ന കറണ്ട് അഫേഴ്സിൽ വരുന്ന ഭാഗം ഭംഗിയായിട്ട് പഠിക്കുക. 13 മാർക്കാണ് കഴിഞ്ഞ നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നത്. അതൊരു ചെറിയ മാർക്കല്ല, ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും നിങ്ങൾ ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോയാലും നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ തൊഴിൽ വാർത്തയൊക്കെ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ആ ടെസ്റ്റിനകത്ത് എന്തായാലും 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് പഠിക്കാൻ കാണും. അത് ഭംഗിയായിട്ട് പഠിച്ചോ, സെറ്റ് ആയിരിക്കും അവിടെ. ഓക്കെ. കറണ്ട് അഫേഴ്സിലെ പ്രധാന ടോപ്പിക്കുകളും എല്ലാ ദിവസവും 20 ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ തന്നെ 40 ദിവസം കൊണ്ട് 800 ക്വസ്റ്റ്യൻസ് കിട്ടും. ആ 800 ക്വസ്റ്റ്യൻസിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടും. 5 എണ്ണം ഈ ടോപ്പിക്കിൽ നിന്നും കിട്ടും. സെറ്റ് ആയിരിക്കും അവിടെ. ഓക്കെ. അതിനുശേഷം 17ാമത്തെ ദിവസം ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ മൊത്തം നോക്കുക. ദെൻ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകർ ലിസ്റ്റ്, അതേപോലെ തന്നെ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. അത് കഴിഞ്ഞ 18ാമത്തെ ദിവസം പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഇംഗ്ലീഷിലെ. ദെൻ വിവരാവകാശ നിയമം, പിന്നെ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ, അവയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, ഓരോ ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ആ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിക്കുക. ദെൻ പിറ്റേ ദിവസം 19ാമത്തെ ദിവസം അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതേപോലെ ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കിന്റെയും സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ. അതിനുശേഷം ശാസനങ്ങൾ, പ്രാചീന കേരളം എന്ന ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചോ. ഈ ശാസനങ്ങൾ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതായത് ഇപ്പോൾ നല്ല ഗുരുവായൂർ ദേവസ്വം ബോർഡിലോ അതിന്റെ LDക്കോ LGSനോ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷെ അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ശാസനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പറയാൻ പറ്റത്തില്ല. ശാസനങ്ങൾ, പ്രാചീന കേരളം, കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതികൾ, കേരളത്തിലേക്ക് വന്ന സഞ്ചാരികൾ, അവരുടെ പ്രത്യേകതകൾ, ആ ടോപ്പിക്കൊക്കെ ഭംഗിയായിട്ട് പഠിച്ചിട്ട് പോവുക. കാര്യം അത് ഒരുപാട് പേർക്ക് അറിയത്തില്ല. ക്വസ്റ്റ്യൻ വന്നാൽ അവർ തെറ്റിക്കും. ആ ടോപ്പിക്ക് നമുക്കറിയാമെങ്കിൽ അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. ഒരു മാർക്ക് അവിടെ കയറ്റി വയ്ക്കാൻ പറ്റും.
നെക്സ്റ്റ് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ പാർട്ട് 2 എന്ന ടോപ്പിക്ക് നോക്കുക. 20ാമത്തെ ദിവസം ഇംഗ്ലീഷിലെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് എന്ന ടോപ്പിക്ക് നോക്കുക. IT ആക്ട് ആൻഡ് സൈബർ ലോ എന്ന ടോപ്പിക്ക് നോക്കുക. IT ആക്ടിന്റെ കൂടെ നിങ്ങൾ ഏതും കൂടെ പഠിച്ചു പോവുക, സൈബർ ലോയും കൂടെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് ഓർഗനൈസേഷൻ ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഒരു 50 സംഘടനകൾ, അവയുടെ തലസ്ഥാനങ്ങൾ, ഇപ്പോൾ UN ആസ്ഥാനം, UN എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ ആസ്ഥാനം, FAOയുടെ ആസ്ഥാനം, അങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങളില്ലേ, അത് ഭംഗിയായിട്ട് പഠിക്കുക. ദെൻ അത് കഴിഞ്ഞ് 21ാമത്തെ ദിവസം യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്, ഇംഗ്ലീഷിൽ വരുന്ന ടോപ്പിക്കാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന ടോപ്പിക്ക് പഠിക്കുക. മലയാള സിനിമ, നാൾവഴികൾ, ആ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചു. അടുത്ത 22ാമത്തെ ദിവസം ഫാമിലി ട്രീ എന്ന ടോപ്പിക്കാണ്. ഫാമിലി ട്രീ എന്ന് വെച്ചാൽ രാമായണം ഒടിക്കുകയാണ്. ഇപ്പോൾ ഇന്നയാള്, പുള്ളിയുടെ വൈഫ്, പുള്ളിയുടെ മക്കൾ, പാണ്ഡവർ, കൗരവർ, ഒരു ഫാമിലി ട്രീ നമ്മൾ വരച്ച് പഠിക്കത്തില്ലേ, ആ ഫാമിലി ട്രീ എന്നാണ് ആ ടോപ്പിക്ക് നന്നായിട്ട് നോക്കുക. മഹാഭാരതം, രാമായണം, ഇതിന്റെയൊക്കെ ഫാമിലി ട്രീസ് നന്നായിട്ട് പഠിച്ചു വെച്ചു. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അതിനുശേഷം പുരാണങ്ങൾ, ഹിന്ദുമത ഗ്രന്ഥങ്ങൾ, അതിന്റെ സ്രഷ്ടാക്കൾ, ദെൻ മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ എന്ന ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചു. അതിനുശേഷം 23ാമത്തെ ദിവസം സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ഭക്തി പ്രസ്ഥാന നായകന്മാർ, ആ ടോപ്പിക്ക് പഠിച്ചോടാം. ദെൻ ടീം മെമ്പേഴ്സ് നോക്കുക, ഒരു ടീമിൽ എത്ര കളിക്കാരുണ്ട് അത് നോക്കാം. നാഷണൽ ഗെയിംസ്, ഓരോ രാജ്യത്തിന്റെയും ദേശീയ ഗെയിംസ് ഏതൊക്കെയാണ് അത് പഠിച്ചു വെച്ചിരിക്കുക. ദെൻ ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് അവാർഡ്സ് എന്ന ടോപ്പിക്ക് നോക്കുക. കഴിഞ്ഞ തവണ വന്ന പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡ്സ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഓരോ ട്രോഫികളുടെ പേരുണ്ടല്ലോ, ഇന്ന കപ്പ് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്ന വാക്ക് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് 24ാമത്തെ ദിവസം മിലിറ്ററി എക്സസൈസ് ആണ്. മിലിറ്ററി എക്സസൈസ് ഇന്ത്യയുടെ സൈനിക അഭ്യാസങ്ങൾ, ഓരോ രാജ്യങ്ങളുമായിട്ട് ചേർന്നുള്ള സൈനിക അഭ്യാസങ്ങൾ ഉണ്ടല്ലോ. മെനഞ്ഞാന്നും ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനൽ ഒരു കൊറോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്ററായിട്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഫുള്ള് കിട്ടും. അത് ഭംഗിയായിട്ട് പഠിച്ചു. പിന്നെ അതേപോലെ ISROയുടെ റീസെന്റ് ലോഞ്ചസ് മൊത്തം ഒന്ന് നോക്കിയോ. ISRO 2024-25 അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു പഠിച്ചത്. വലിയ ടോപ്പിക്കാണ്, ഇച്ചിരി സമയം എടുക്കുന്നത്, നന്നായിട്ട് പഠിച്ചത്. അതുകൊണ്ടാണ് അതിന്റെ കൂടെ ഞാൻ ഒരു ചെറിയ ടോപ്പിക് ഇട്ടേക്കുന്നത്. ഇപ്പൊ മിലിറ്ററി എക്സസൈസ് ആയാലും ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് ആയാലും കുറച്ചാണ്, 1 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. സോ അന്നത്തെ ദിവസം ബാക്കിയുള്ള ഫുൾ സമയം നിങ്ങൾ ISROക്ക് വേണ്ടി മാറ്റി വെച്ചോ, തീരുമാനം. ഓക്കെ, അതിനുശേഷം 25ാമത്തെ ദിവസം ലേറ്റസ്റ്റ് സ്പോർട്സ് ഇവന്റ്സ് മൊത്തം നോക്കാം. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ISL ആയിക്കോട്ടെ, WPL ആയിക്കോട്ടെ, IPL ആയിക്കോട്ടെ, ദെൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയിക്കോട്ടെ, ആരാണ് വിജയിച്ചത്, എന്തൊക്കെയാണ് പ്രത്യേകത, അതിൽ എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ, പെർഫോമൻസ്, ആ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചു. അതിനുശേഷം വരുന്നത് മലയാളത്തിലെ പ്രമുഖ നോവലുകൾ, ആ നോവലുകളുടെ എഴുത്തുകാർ ആരൊക്കെയാണ്, ആത്മകഥകളൊക്കെ വരത്തില്ലേ, ഫുള്ള് ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചു. മലയാളം വൊക്കാബുലറി കൂടെ പഠിച്ചു വരുന്ന സാധനമാണ്, ഞാൻ ഇവിടെ കൂടെ ചേർത്തുന്നുള്ളൂ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതേപോലെ ക്രിക്കറ്റ് ഫാക്ട്സ്, കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD, OA, ആ പരീക്ഷകൾക്കെല്ലാം ക്രിക്കറ്റ് ഫാക്ട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ആ ക്രിക്കറ്റ് ഫാക്റ്റുകളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഒരു നോട്ട് ഉണ്ടെങ്കിൽ റിവിഷൻ നന്നായിട്ട് നടക്കും. ഓക്കെ, അടുത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രവ്യ കലകൾ, 26ാമത്തെ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രവ്യ കലകൾ, കലാകാരന്മാർ, അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്, അതിന്റെ പാർട്ട് 1 നോക്കാം. ദെൻ എക്കണോമിക്സിൽ വരുന്ന 5 ഇയർ പ്ലാൻ എന്ന ടോപ്പിക്ക് നോക്കുക. ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓരോ നിലവിലും ഇന്ത്യയുടെ റേറ്റിംഗ് എത്രയാണ്, എത്രാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്, ഇൻഡെക്സ് റേറ്റിംഗ് മൊത്തം ഒന്ന് പഠിക്കാം. അതേപോലെ 27ാമത്തെ ദിവസം ഇപ്പോൾ VB റാംജി, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, അതിന്റെ പേരൊക്കെ മാറ്റിയായിരുന്നു, അതിന്റെ പ്രത്യേകതകൾ നോക്കി വെച്ചേക്കുക. പെൻഷൻ സ്കീംസ് എന്ന ടോപ്പിക് ഉണ്ട്, തൊഴിലുറപ്പിന്റെ സാലറി എത്രയാണ്, അതേപോലെ തന്നെ വിധവാ പെൻഷൻ എത്രയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എത്രയാണ് പെൻഷൻ എമൗണ്ട് വരുന്നത്, അതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ കേരള സർക്കാർ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്കീമുകൾ മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അതിനുശേഷം സൈബർ ലോ എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം. അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ IT ആക്ട് ആണ് ഇട്ടേക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ എന്തും കൂടെ ഇട്ടിട്ടുണ്ട്. IT ആക്ട് ഒരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സൈബർ ലോ പ്രത്യേകിച്ച് ഒരു ദിവസം ഞാൻ റിവിഷൻ കൊടുക്കാൻ ഇട്ടിട്ടുണ്ട്, അത് ഭംഗിയായിട്ട് പഠിക്കണം കേട്ടോ. അടുത്ത 28ാമത്തെ ദിവസം നീതി ആയോഗ് എന്ന ടോപ്പിക്ക് നോക്കാം. ക്ഷേത്ര കലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ആ ടോപ്പിക്ക് പഠിക്കാം. പിന്നെ നൊബേൽ പ്രൈസ് എന്ന ടോപ്പിക്കും കൂടെ നോക്കാം. അടുത്ത 29ാമത്തെ ദിവസം ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ, അതിന്റെ പാർട്ട് 1 നന്നായിട്ട് നോക്കുക. ഒരുപാട് അഴിമതി വിജിലൻസ്, അങ്ങനെ പറഞ്ഞ കുറെ അഴിമതി നിരോധന നിയമങ്ങളുണ്ട്, അത് ഭംഗിയായിട്ട് പഠിക്കുക. പിന്നെ വേദങ്ങൾ, ഉപനിഷത്തുകൾ എന്ന ടോപ്പിക്കും കൂടെ പഠിക്കാം. അടുത്ത 30ാമത്തെ ദിവസം യൂറോപ്യന്മാരുടെ ആഗമനം, അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന ടോപ്പിക്ക് നോക്കുക. ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ പാർട്ട് 2, പിന്നെ ഉപനിഷത്തുകൾ ഒന്ന് റിവിഷൻ കൊടുക്കാൻ ഇട്ടിട്ടുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്കാണ്, അതുകൊണ്ട് ആ ടോപ്പിക്ക് പഠിച്ചു തീർത്തെങ്കിൽ മറ്റൊരു ടോപ്പിക്കായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത 31ാമത്തെ ദിവസം ഞാൻ ഈ പഠിക്കാൻ പാടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ നവോത്ഥാനം, ഞാൻ എന്നെ സംബന്ധിച്ച് പറയാം, എനിക്ക് നവോത്ഥാനം, ഇവരുടെ ബുക്ക്, ഇവരുടെ വർഷങ്ങൾ, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എത്ര പഠിച്ചാലും എൻ്റെ മനസ്സിനകത്ത് നിൽക്കത്തില്ല.
ഞാൻ വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ട്രാവൻകൂർ ഡൈനാസ്റ്റി, തിരുവിതാംകൂർ രാജവംശം. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് മാറിപ്പോകും. അപ്പോൾ ഇത് ആദ്യം പഠിക്കാൻ നമ്മൾ നിന്നാൽ ഇത് റിവിഷൻ കൊടുത്ത് പണ്ടാരോടങ്ങി എത്ര റിവിഷൻ കൊടുത്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പക്ഷേ ഇതിന് ഞാൻ അവസാനം ഇട്ടിട്ടുണ്ട്. അവസാനം ഇട്ടാൽ റിവിഷൻ കുറച്ച് മതി, നമ്മൾ ജസ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം സെന്ററിലേക്ക് പോകാം. ഒരുപാട് സമയം ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. ആ വായിക്കുന്ന ഓർമ്മ അവിടെ കാണും. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ രാജവംശം പാർട്ട് 1 നോക്കുക. ദെൻ അത് കഴിഞ്ഞ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ എന്ന ടോപ്പിക്ക് നോക്കാം. അന്ന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ POIQ അന്ന് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിന് POIQ ഫുള്ള് നിങ്ങൾ ഓരോ ദിവസം ഓരോ POIQ വെച്ച് ചെയ്തു പോകണം. ഒരു 20ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് KDRBയുടെ സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. അത് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അതിനകത്ത് ഇട്ടേക്കാം. നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. അത് സ്പെഷ്യൽ ടോപ്പിക്ക് പ്രാക്ടീസ് ചെയ്തോ. ദെൻ 32ാമത്തെ ദിവസം ഓരോ ദിവസങ്ങൾ അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഓരോ ഡേയ്സ്, ആ ഡേയ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഡേയ്സ് ആണെങ്കിൽ അതിന്റെ തീം ഈ വർഷം എന്തായിരുന്നു, കഴിഞ്ഞ വർഷം എന്തായിരുന്നു ഒന്ന് നോക്കി വെച്ചേക്കാം. ദെൻ ട്രാവൻകൂർ ഡൈനാസ്റ്റി പാർട്ട് 2 എന്ന ടോപ്പിക്ക് നോക്കുക. കറണ്ട് അഫയേഴ്സിലെ പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അപ്ഡേറ്റ്സ് മാത്രം ഒന്ന് പഠിക്കാം. അതിനുശേഷം 1956 ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു, കേരളത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംഭവിച്ചത്, നന്നായിട്ട് പഠിക്കാം. ദെൻ ആഗോളതാപനം എന്ന ടോപ്പിക്ക് നോക്കുക. പ്രത്യേകിച്ച് ആഗോളതാപനത്തിന് കാരണമായ ഗ്യാസസ് ഏതൊക്കെയാണ്, ഹരിതഗ്രഹവാതകങ്ങൾ ഏതൊക്കെയാണ്, ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു. ദെൻ അനുഷ്ഠാന കലകൾ എന്ന ടോപ്പിക്കും കൂടെ പഠിച്ചു. അടുത്ത 34ാമത്തെ ദിവസം കാലാവസ്ഥ എന്ന ടോപ്പിക്ക് നോക്കാം. കേരള ഫോറസ്റ്റ് നോക്കാം. പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി, ആ ടോപ്പിക്ക് പഠിച്ചു. അടുത്ത 35ാമത്തെ ദിവസം ഇന്ത്യൻ ഫോറസ്റ്റ് എന്ന ടോപ്പിക്ക് നോക്കാം. ഫൗണ്ടേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഇൻ IT, അതായത് ഓരോ കമ്പനികളും ആരാണ് സ്ഥാപിച്ചത്, ആരാണ് ഓരോ സാധനം കണ്ടത്, CD കണ്ടെത്തിയ ആരാണ്, ബ്ലൂടൂത്ത് കണ്ടെത്തിയ ആരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരത്തില്ല. കമ്പ്യൂട്ടർ കണ്ടെത്തിയ ആരാണ്, മോഡേൺ കമ്പ്യൂട്ടർ കണ്ടെത്തിയ ആരാണ്, ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ കണ്ടെത്തിയ ആരാണ്. ദെൻ ഫൗണ്ടേഴ്സ് ആൻഡ് ഫാദേഴ്സ്, അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. കുഞ്ഞു ടോപ്പിക്കാണ്, പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നെ KDRBയുടെ ഫോർമേഷൻ, അതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, KDRBയുടെ ഫോർമേഷൻ ഡ്യൂട്ടീസും പഠിക്കുമ്പോൾ കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളുടെ പ്രസിഡന്റ് ആരാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് പഠിച്ചു വെച്ചേക്കുക. ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്, നിലവിലെ പ്രസിഡന്റ് ആരാണ്, ദേവസ്വം മന്ത്രി ആരാണ്, ആ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചു. അടുത്ത 36ാമത്തെ ദിവസം അന്തരീക്ഷം എന്ന ടോപ്പിക്ക് പഠിച്ചു. ആധ്യാത്മിക രചനകൾ, നെറ്റ്വർക്കിംഗ് എന്ന ടോപ്പിക്കും കൂടെ പഠിച്ചു. 37 സാമൂഹിക പരിഷ്കർത്താക്കൾ, നവോത്ഥാനത്തിൽ വരുന്നതാണ്, കേരള റെനൈസൻസ്. എനിക്ക് ഇത് ഒരിക്കലും വായിച്ചാൽ മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇട്ടേക്കുന്നത്. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർക്ക് നവോത്ഥാനം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾക്ക് ആദ്യം എടുത്തിട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 40 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ, എക്സാം സെന്ററിൽ പോകുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചിട്ടേ പോകും. എനിക്ക് അത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ സാമൂഹിക പരിഷ്കർത്താക്കൾ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ 1ഉം 2ഉം കൂടെ നോക്കുക. ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ദെൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന ടോപ്പിക്ക് നോക്കുക. 38ാമത്തെ ദിവസം സാമൂഹിക പരിഷ്കർത്താക്കൾ, കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്ക് പഠിച്ചു. 39ാമത്തെ ദിവസം വീണ്ടും സാമൂഹിക പരിഷ്കർത്താക്കളാണ്, കുറേ പേരുണ്ട്, അതുകൊണ്ട് ഞാൻ 3 ദിവസം ഇട്ടിട്ടുണ്ട്. ദെൻ ഭൂമിയുടെ ഘടന, പിന്നെ ജ്ഞാനപീഠം അവാർഡും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോക്കും. അവസാന ദിവസം 40ാമത്തെ ദിവസം സഹകരണ പ്രസ്ഥാനത്തിലെ അടിസ്ഥാന വിവരങ്ങൾ, പിന്നെ സോഫ്റ്റ്വെയർ, പിന്നെ മാത്സിന്റെ ഒരു ഫോർമുല റിവിഷൻ ഒക്കെ കൊടുത്താൽ ഹാപ്പി ആയിട്ട് പിറ്റേ ദിവസം പോയി തകർത്ത് വെച്ച് എക്സാം എഴുതിക്കോ, സെറ്റ് ആയിരിക്കും. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 40 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പക്കായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്ത് നമ്മൾ മാത്സ് ഫുള്ള് കംപ്ലീറ്റ് ആക്കും, ഇംഗ്ലീഷ് ഫുള്ള് കംപ്ലീറ്റ് ആക്കും, മലയാളം ഫുള്ള് കംപ്ലീറ്റ് ആക്കും. മലയാളം വൊക്കാബുലറി നമ്മുടെ ആ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നാൽ അത് മൊത്തം നമുക്ക് കിട്ടും. പിന്നെ IT പ്രധാനപ്പെട്ട ഏരിയാസ് മൊത്തം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇതുവരെ ചോദിച്ച ഏരിയാസ് മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിലെ പ്രധാന ടോപ്പിക്കുകൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്. ദെൻ എക്സ്ട്രാ കിട്ടാനായിട്ട് എല്ലാ ദിവസവും 20 ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. പിന്നെ GKയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോകാവും, എല്ലാം സെറ്റ് ആവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഈ ഒരു മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇതിന്റെ ക്ലാസ്സസ് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഒരു അവസാന നിമിഷം നല്ലൊരു റിവിഷൻ നിങ്ങൾക്ക് വേണം, കുറെ നല്ല ക്ലാസ്സസും അടിപൊളി നോട്ട്സും ഒരു ടെസ്റ്റ് പാക്കും ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ അതായത് തിങ്കളാഴ്ച ഫെബ്രുവരി 16 നമ്മുടെ ദേവസ്വം ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. LDക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നാളെ വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഇന്ന് ഫെബ്രുവരി 16 വാലന്റൈൻസ് ഡേയുടെ ഒരു ഓഫർ ഉണ്ട്. അപ്പോൾ ഒരു 20% ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ആപ്പിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. Feb 14 എന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളാം. കുറച്ച് പേരേ ഉള്ളൂടാ, വെറും 15,000 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇത്രയും നല്ലൊരു ചാൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തവരാണോ, ശ്രദ്ധിച്ച് കേൾക്കുക, ഈ എക്സാമിന് അപ്ലൈ ചെയ്തവരാണോ, ഈ ചാൻസ് ഒരിക്കലും കളയരുത്. പ്രൊമോഷൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്.
ഓക്കെ, എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാൽ, അതായത് ദിവസം ജോലി ശരിയല്ല, ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഒരു ജോലി നമ്മുടെ ആവശ്യമാണ്, ഒരു ജോലി നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും. 2 വർഷം കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടും, വളരെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും. സന്തോഷമുള്ളൊരു ജോബാണ്. ഓക്കെ, നല്ലൊരു ജോലിയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ പ്രിപ്പയർ ചെയ്യണം. അവർക്കാർക്കും, ഈ കുറ്റം പറയുന്നവർക്കാർക്കും നിങ്ങളെ സർവീസിൽ കയറ്റാൻ പറ്റത്തില്ല. നമ്മുടെ എനർജി കളയാന്നല്ലാതെ ബാക്കിയൊന്നും നടക്കത്തില്ല. നമ്മുടെ മനസ്സിലെ സന്തോഷം കളയാന്നല്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പാർട്ട് എന്താണ്, നന്നായിട്ട് പഠിക്കാം, നമ്മൾ നന്നായിട്ട് പഠിക്കാം, അവസാനം മിന്നിക്കുക. 40 ദിവസം എക്സ്ട്രാ എഫേർട്ട് കൊടുത്തോ, എല്ലാം ഓക്കെ. ഓക്കെ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ, ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ PDF സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്താൽ മതി. സോ താങ്ക് യു ഓൾ, ബൈ.